രഥത്തിനു ചുറ്റും അപമാനവചനങ്ങൾ എഴുതിയ ലേബൽ പതിപ്പിക്കുകയും അവ കഴുത്തറ്റം തൂക്കിയിടുകയും ഉന്തുകയും തള്ളുകയും ചെയ്ത അവരെ മർദ്ദിക്കുകയും ഒടിയ പീഡനങ്ങൾക്ക് വിധേയരാക്കുകയുമുണ്ടായി. ഭൂരിപക്ഷം ആളുകളെയും കൂട്ടക്കുരുതിയിലൂടെ കൊന്നൊടുക്കി. റെഡ് ഗാർഡുകൾ അവരുടെ സ്വന്തം രക്ഷകർത്താക്കളെ വരെ പീഡിപ്പിക്കുവാനുള്ള കരുത്ത് നേടിയിരുന്നു. വഴി നടക്കുന്നവരെ തടഞ്ഞു നിർത്തി മാവോയുടെ ലിറ്റിൽ റെഡ് പുസ്തകത്തിലെ ഖണ്ഡികകൾ മനഃപ്പാഠമായി പറയാൻ ആവശ്യപ്പെടുകയും കൃത്യമായി ഉത്തരം പറയുന്നതിൽ പരാജയപ്പെടുന്നവരെ മർദ്ദിക്കുകയുമുണ്ടായി. ഇങ്ങനെ 100,000-ഓളം ആളുകൾ വധിക്കപ്പെട്ടു. സാംസ്കാരിക വിപ്ലവകാലത്ത് പിടിക്കപ്പെട്ട മനുഷ്യത്വഹീനമായ നടപടികൾക്ക് വിധേയരായ സർവകലാശാല പ്രൊഫസർമാരെക്കുറിച്ച് ഒരു നിരീക്ഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു 4 നില ക്ലാസ് റൂം കെട്ടിടത്തിന്റെ മുന്നിൽ 40-50 പേർ ഉൾപ്പെടുന്ന നിരകളിലായി മുഖത്തും ശിരസ്സിലും കറുത്ത മഷിയൊഴിച്ച നിലയിൽ ഞാൻ അധ്യാപകരെ കണ്ടു. വിട്ടിത്തുപ്പിയണിഞ്ഞ് മുഷിഞ്ഞ ചൂലുകളുമായി ഷൂവും ഡസ്റ്ററും പുറത്തണിഞ്ഞ് അവർ കഴുത്തിൽ പാറക്കഷ്ണങ്ങൾ നിറഞ്ഞ തൊട്ടികൾ അണിഞ്ഞിരുന്നു. അവസാനം അവർ മുട്ടുകുത്തി നിന്ന് ചന്ദനത്തിരി കത്തിച്ച് മാവോ സേതിങ് ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് മാപ്പ് തരണമേ എന്ന് കേണപേക്ഷിച്ചു. മർദ്ദനവും പീഡനവും തുടർന്നു. ഞാൻ ഇതിനു മുമ്പ് ഇത്തരം പീഡനങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. മലം, പ്രാണികൾ എന്നിവയെ ഭക്ഷിക്കുക, വൈദ്യുതാഘാതമേൽപ്പിക്കുക, പൊട്ടിയ ചില്ലിനു മുകളിൽ മുട്ടുകുത്തി നിൽക്കുക, കൈകാലുകൾ കെട്ടിയിട്ട് ആകാശത്ത് വിമാനം പോലെ തൂക്കിയിടുക എന്നിങ്ങനെ. റെഡ് ഗാർഡുകൾ വിദേശ തന്ത്രജ്ഞരെയും ആക്രമിച്ചു. രാജ്യത്തെ ഇത് കൂടുതൽ കുഴപ്പങ്ങളിലേക്കും കലാപങ്ങളിലേക്കും തള്ളിയിട്ടു. മ്യൂസിയങ്ങൾ നശിപ്പിക്കപ്പെട്ടു. പുസ്തകങ്ങൾ അഗ്നിക്കിരയാക്കി. അതിനുശേഷം റെഡ് ഗാർഡ് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. വ്യവസായശാലകളും സ്കൂളുകളും ആശുപത്രികളും പ്രവർത്തിക്കുന്നത് നിർത്തിവെച്ചു. മാവോവിന്റെ അർത്ഥശൂന്യത രാജ്യം മുഴുവൻ അരക്ഷിതമായ ഒരവസ്ഥയിലേക്ക് നീങ്ങുവാൻ ഇടയാക്കി. പട്ടാളം ഇടപെട്ടപ്പോഴാണ് ക്രമസമാധാന നില തിരിച്ചു വന്നത്. റെഡ് ഗാർഡുകളെ ആയുധമുക്തരാക്കി വയലുകളിലേക്ക് ജോലിക്കാരായി തിരിച്ചയച്ചു. അങ്ങനെയൊക്കെയാണെങ്കിലും സാംസ്കാരിക വിപ്ലവം അവസാനിച്ചത് 1976 മാവോയുടെ മരണത്തോടെയാണ്. എന്തായാലും അദ്ദേഹത്തോടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിധേയത്വം തുടർന്നു. അദ്ദേഹത്തിനു വേണ്ടി എഴുതിയ ശവസംസ്കാരത്തോടനുബന്ധിച്ചുള്ള ശോകഗീതത്തിൽ രക്തദാഹിയായ ആ ഏകാധിപതിയെ അതിമാനുഷനായി അവർ അവതരിപ്പിച്ചു. മാവോയുടെ മൃതശരീരം മമ്മിയാക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രം എന്തായാലും അതിജീവിക്കും. രക്തം വീഴ്ത്തി തുടർന്നുകൊണ്ട് തന്നെ. മാവോയിസമാണ് കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും നീചമായ ഭാഷ്യം. രസകരമായ കാര്യം, ഈ ദുരന്തം ചൈനയെ മാത്രമല്ല, ചൈനയുടെ സ്വാധീനത്തിലുള്ള മറ്റ് രാജ്യങ്ങളെയും ബാധിച്ചിരുന്നു. 1960കളിൽ റഷ്യ ചൈന ബന്ധം വഷളായപ്പോൾ കമ്മ്യൂണിസത്തിന്റെ മറ്റൊരു രൂപമെന്ന നിലയിൽ മാവോയിസം വിവിധ രാജ്യങ്ങളിൽ അനുയായികളെ കണ്ടെത്തി. കംബോഡിയ, അൽബേനിയ, വടക്കൻ കൊറിയ എന്നീ രാജ്യങ്ങളിൽ മാവോയിസ്റ്റ് തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഭരണം നിലവിൽ വന്നു. ഈ വാഴ്ചകളെല്ലാം തന്നെ സ്വന്തം ജനതയ്ക്ക് അചിന്തനീയമായ കെടുതികൾ സമ്മാനിച്ചു. പ്രത്യേകിച്ചും കംബോഡിയൻ കൊലനിലങ്ങൾ ലോക ചരിത്രത്തിലെ ക്രൂരതകൾക്ക് സമാനതകളില്ലാത്ത ഒന്നാണ്.
കംബോഡിയയിലെ കൊലനിലകൾ. കംബോഡിയ എന്ന ദരിദ്രമായ കൊച്ചു ഏഷ്യൻ രാഷ്ട്രം 1960കളിലാണ് കമ്മ്യൂണിസത്തിന്റെ പ്രഭാവം ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത്. ആ സമയത്താണ് അമേരിക്കയുമായി യുദ്ധത്തിലായിരുന്ന വടക്കൻ വിയറ്റ്നാം പടയാളികൾ അതിർത്തി കടന്ന് കംബോഡിയയിലേക്ക് നുഴഞ്ഞു കയറിയത്. 1970 രാജ്യം ആഭ്യന്തര യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. കംറോഷ് എന്ന പേരിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗറില്ലകൾ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ യുദ്ധം ആരംഭിച്ചു. അവരുടെ മനസ്സിലെ വെറുപ്പ് മുഖത്ത് പ്രകടമായിരുന്നു. കംറോഷ് നയിച്ചിരുന്നത് മാവോയിസ്റ്റായിരുന്ന പോൾപോട്ട് ആയിരുന്നു. 1975 കംറോഷ് സേന തലസ്ഥാനമായ നോംപെന്നിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം അധികാരത്തിലെത്തി. ആയിരക്കണക്കിന് ജീവനക്കാർ തെരുവുകളിൽ കൊല്ലപ്പെട്ടു. തെരുവുകൾ റോന്തു ചുറ്റുന്ന ടാങ്കുകൾ കൊണ്ട് നിറഞ്ഞു. കമ്മ്യൂണിസത്തിലേക്കുള്ള പാത ഗ്രാമീണ കൃഷിയാണ് എന്ന മാവോയുടെ മുദ്രാവാക്യവുമായി കംറോഷ് സേന നഗരത്തിലെ ജനസഞ്ചയത്തെ ഗ്രാമങ്ങളിലേക്ക് പായിച്ചു. തലസ്ഥാന നഗരമായ നോംപെന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആയുധധാരികളായ ഭീകരന്മാരുടെ ഭീഷണി മൂലം ശൂന്യമായി. ലക്ഷക്കണക്കിന് ജനങ്ങൾ നെൽവയലുകളിലേക്ക് പട്ടിണി കിടക്കാനും ദുരന്തമനുഭവിക്കാനും പറഞ്ഞയക്കപ്പെട്ടു. ഈ വയലേലകൾ കൊലനിലങ്ങളായി മാറി. അവിടെ ഒരു കൈക്കുമ്പിൽ ഭക്ഷണത്തിനു വേണ്ടി പണിയെടുക്കേണ്ടി വന്ന ജനങ്ങളെ കഠിനമായി ശിക്ഷിക്കുകയും പ്രത്യേക കാരണമേതുമില്ലാതെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. കംബോഡിയയിലെ ന്യൂനപക്ഷ ജനവിഭാഗമായ മുസ്ലിങ്ങൾ ഈ കാപാലികതയുടെ ഇരകളായിരുന്നു. കംറോഷ് ഭരണകൂടം ഖുർആനിന്റെ കോപ്പികൾ പിടിച്ചെടുക്കുകയും അവ കത്തിക്കുകയും ചെയ്തു. പള്ളികൾ പൊളിക്കുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 10,000-ഓളം മുസ്ലിങ്ങളെ അവർ കൊന്നൊടുക്കുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് വാഴ്ച മതത്തെ മാത്രമല്ല കുടുംബങ്ങളെയും നശിപ്പിക്കുവാൻ ശ്രമിച്ചു. ജീവിതം കമ്മ്യൂണികൾക്കനുസരിച്ച് ക്രമപ്പെടുത്തുകയും കുടുംബങ്ങളെ അവയ്ക്കനുസരിച്ച് പകുത്തുമാറ്റുകയും ചെയ്തു. കമ്മ്യൂണികളിലെ കുട്ടികളെ കുടുംബമെന്നത് അനാവശ്യമാണെന്ന് ഉപദേശിക്കുകയും പകരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തു. കുടുംബങ്ങളുടെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട് മാർക്സും എംഗൽസും നടത്തിയ നിരീക്ഷണങ്ങൾ പ്രവൃത്തിഫലത്തിൽ നടപ്പിലാക്കിയതല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല.